എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് ആശ്രയമാകുക, അവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എപ്പോഴും ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർ മരണമടഞ്ഞപ്പോൾ സെമിത്തേരിയുടെ ക്രമീകരണം നമ്മൾ ചെയ്തു കൊടുത്തു. ഈ പാസ്റ്ററാണ് ഇവർക്കുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്, അവരെ ക്ലീൻ ചെയ്യുന്നത്. കൊച്ചു പിള്ളേരല്ല. പെന്തക്കോസ്തിന്റെ ഉപദേശമുണ്ട്. ആ ഉപദേശം നിൽക്കുന്ന പാസ്റ്റർമാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഈ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം. ദൈവകൃപയാൽ നമുക്ക് ഇപ്രകാരമുള്ള ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് കാണുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ആശയങ്ങൾ മുൻപിലേക്ക് വെക്കുന്ന വിലയേറിയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അശരണരും ആലംബഹീനരുമായ ആൾക്കാരെ ആശ്വസിപ്പിക്കുക, അവർക്ക് കൈത്താങ്ങാകുക, അവരുടെ കൂടെ നിൽക്കുക. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ ക്രൈസ്തവ മാർഗം മുൻപോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ ആ വിഷയങ്ങളിൽ ഒരുപാട് പഴിയും മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നുണ്ട്. മതം മാറ്റാനാണ്, ആൾക്കാരെ കൂട്ടാനാണ്. വാസ്തവത്തിൽ അതൊന്നുമല്ല. ക്രൈസ്തവ ചിന്താഗതിയുടെ അന്തസത്ത എന്ന് പറയുന്നത്, അല്ലെ ക്രിസ്തീയതയുടെ അന്തസത്ത എന്ന് പറയുന്നത് തന്നെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് ആശ്രയമാകുക, അവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എപ്പോഴും ക്രിസ്തീയ വിഭാഗങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല, ഐക്യമായി നിൽപ്പാൻ കഴിയുന്നില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഏറ്റവും ശക്തമായി പറയുന്നൊരു കാര്യം, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ, ജാതിയോ മതമോ കുലമോ ഗോത്രമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒന്നായി ചേർത്ത് നിർത്തി ദൈവരാജ്യത്തിന് വേണ്ടി അത്യുദ്ധാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കേണ്ട ജനത്തെ കർത്താവ് ഒരുമിച്ച് നിർത്തിയിരിക്കും. ആ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരുടെ ശക്തമായ ഒരു മുന്നേറ്റമാണ് ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷൻ അഥവാ CCA എന്ന് പറയുന്ന ആത്മീക സംഘടന. ആ ആത്മീയ സംഘടനയുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ സജി വർഗീസ് നമ്മളോടൊത്തുണ്ട്. അതുപോലെ തന്നെ CCAയുടെ ജനറൽ ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ സന്തോഷ് മണിയങ്ങാട്ട് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്ക് വരാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ സജി വർഗീസിനോട് ചോദിക്കുന്നു, ദൈവദാസനെ, എന്താണ് CCA എന്നതുകൊണ്ട് ദേവദാസന്റെ ഹൃദയത്തിനകത്തെ ഒരാശയം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെന്തക്കോസ്തിന്റെ ഉപദേശ സത്യത്തിൽ നിൽക്കുന്ന പെന്തക്കോസ്ത് സഭകളെയും ശുശ്രൂഷകന്മാരെയും വിശ്വാസത്തെയും ചേർത്ത് നിർത്തി അവരുടെ ആത്മീയവും ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആരംഭിച്ചതാണ് CCA എന്ന ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷൻ എന്ന ഈ സംഘടന. ദാസന് അതിനകത്ത് നമ്മളോട് പറയുവാൻ ആഗ്രഹിച്ചത്, താൻ പറഞ്ഞത് പെന്തക്കോസ്ത് വിഭാഗങ്ങളിലുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തി സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കുമായി അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുപോലെ ഉപയോഗിക്കുക എന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ക്ഷീണിതരായ ഏകരായിട്ട് നിന്ന് ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്ത് അതുകൊണ്ട് ദേശത്ത് നേരിടുന്ന വെല്ലുവിളികളെ ഏകരായി നിന്ന് നേരിടുമ്പോൾ അവർക്കൊരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷൻ അഥവാ CCA എന്ന് പറഞ്ഞ ഈ സംഘടന, ഈ പ്രവർത്തനം, ഈ ആത്മീയ കൂട്ടായ്മ ആരംഭിപ്പാനിടയായി തീർന്നത്. പാസ്റ്റർ സന്തോഷ് മണിയങ്ങാട് ഇതിൻ്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇങ്ങനെ ഒരു ആശയം
പ്രത്യേകിച്ച് ഒരുപാട് ഐക്യ കൂട്ടായ്മകളും ഐക്യ സംഘടനകളും ഒക്കെയുണ്ട്. അങ്ങനെ ഉള്ളപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ CCA എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കൂട്ടായ്മയുടെ പ്രസക്തി എന്താ? അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങാനുള്ള ഒരു ആശയം ഉണ്ടായപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? CC എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. എന്നാൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയും സാമ്പത്തികത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ ചില കാലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം പൊതുവെ കേരളത്തിൽ ആരംഭശൂരത്വമുള്ളവരാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. എങ്കിൽ പോലും ആ നിലകളിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് സ്വാർത്ഥതയും സാമ്പത്തിക ലാഭവും സ്ഥാനമാനങ്ങളും ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്ത നിമിത്തം, അഥവാ അവരുടെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട നിമിത്തം ഒട്ടനവധി സംഘടനകൾ തകർന്നടിഞ്ഞ ചരിത്രം നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ദൈവദാസന്മാരെ ചേർത്ത് പിടിക്കുവാനും അവർക്ക് ആത്മീയമായും ഭൗതികമായുമുള്ള കൈത്താങ്ങലുകൾ നൽകി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് ചേർത്ത് നിർത്തണം എന്ന ആഗ്രഹത്തോടെ CCA അഥവാ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് കേരള എന്ന അസോസിയേഷൻ, ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷൻ എന്ന ഈ പ്രവർത്തനത്തിന് രൂപം കൊടുക്കുവാനുണ്ടായ സാഹചര്യം. പ്രധാനദാസൻ പാസ്റ്റർ സന്തോഷ് മണിയങ്ങാട്ട് ഓർപ്പിച്ചതുപോലെ ഐക്യ സംഘടനകൾ എന്നത് കേരളക്കരയിലെ പെന്തക്കോസ്ത് വിഭാഗത്തിന്, ക്രൈസ്തവ വിഭാഗത്തിന് ഏറെ സുപരിചിതമായൊരു വാക്കാണ്. ഒരുപാട് ഐക്യ കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ വന്നു. പാസ്റ്റർ ഓർപ്പിച്ച പോലെ ആരംഭകാലത്ത് വളരെ ഉത്സാഹത്തോടെ അവരെല്ലാം മുൻപോട്ട് പോയി. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ സംജാതമായപ്പം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് ആ ഒരു ഉദ്ദേശശുദ്ധിയോടെ പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഐക്യ കൂട്ടായ്മ, ഐക്യ സംഘടന എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഒരു മുൻവിധി ഉണ്ടെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു, അറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ പ്രസിഡന്റിനോട് തന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. ദേവദാസനെ, ഇപ്പം CCAയുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മദ്യവർജന ബോധവൽക്കരണ സന്ദേശ യാത്രകളും യുവാക്കളെ കൂട്ടി നിർത്തിക്കൊണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നു. പുറത്തൊക്കെ ആൾക്കാരെ വിളിച്ചു. ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷനിൽ ശക്തന്മാരായ ദേവദാസന്മാരുണ്ട്. അവരൊക്കെ ക്ലാസ് എടുക്കുകയും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ദേവദാസന് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ക്രിസ്ത്യൻ കൗൺസിലിനോട് എന്നെ സഹായിക്കാവോ എന്ന് ചോദിക്കുകയും അവരോട് പോയി വേണ്ടപ്പെട്ടവർ ഞങ്ങൾ പോയി കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാ മാസവും ഒരു ചെറിയ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ, ചില വ്യക്തികളെ കണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കിപ്പം സ്ഥിരമായിട്ട് ചെറിയൊരു എമൗണ്ട് എല്ലാ മാസവും ഈ ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CCA ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു ചില അനാഥാലയങ്ങളിലും പോയി സാധനങ്ങൾ കൊടുക്കുവാൻ പല സ്ഥലങ്ങളിൽ 3-4 സ്ഥലങ്ങളിൽ പോയി കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ സൗകര്യമാരുടെ ഒരു പ്രവർത്തനം നമുക്കുണ്ട്. യുവാക്കളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനൊക്കെ ഓരോരുത്തരും അതിനുള്ള ഭാരവാഹികൾ എടുത്ത് ഒരൊക്കെ ഉത്തരവാദിത്തത്തോടെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല മീറ്റിങ്ങുകൾ, മുഴുരാത്രി പ്രാർത്ഥനകൾ, കാത്തിരിപ്പ് യോഗങ്ങൾ, എന്തൊക്കെ സഭകളിൽ ഇന്ന് അന്യം നിന്ന് പോയതാണ് കാത്തിരിപ്പ് യോഗം. അതൊക്കെ ഇന്ന് ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷൻ അല്ലെ CCA ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വളരെ ശക്തമായ നിലയിൽ ആ കാര്യങ്ങൾ നാളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒറ്റപ്പെട്ട് നിൽക്കുന്ന സഭകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചുള്ള മാസയോഗങ്ങൾ ക്രമീകരിക്കുവാനും അവരുടേതായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ചെന്ന് കണ്ട് വേണ്ട ക്രമീകരണങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കാനും ഇടയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അടഞ്ഞിടുന്ന മുഖ്യധാര ഒരു സഭയുടെ ഹോള് തുറന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. സെമിത്തേരി സംബന്ധമായ ചില വിഷയങ്ങൾ സംഭവിച്ചു. അവിടെ നമ്മൾ കടന്നുപോയി അതിന് വേണ്ടപ്പെട്ടവർ കാണുകയും അധികാരികളെ കാണുകയും ചെയ്ത് ഞങ്ങൾ പാസ്റ്റേഴ്സ് CCAയിലെ വിവാസമാർ 10-12 പേര് ഒന്നിച്ച് ആ ഓഫീസിൽ ചെന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അവർ ആ കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. ഒരു അടഞ്ഞിടുന്ന സെമിത്തേരിയുടെ ഇന്ന് 4 മണിക്ക് തന്നെ തുറന്നിടണമെന്ന് ഞങ്ങളെല്ലാം കൂടെ ശക്തമായി പറഞ്ഞു. ആ പഞ്ചായത്ത് മെമ്പർമാർക്ക് കമ്മിറ്റിയെ പെട്ടെന്ന് കൂടി അന്ന് 4 മണിക്ക് തന്നെ നമുക്ക് തുറന്നു തരാൻ ദൈവം ഇടയാക്കി. ഒത്തിരി സാഹചര്യങ്ങൾ ചെയ്യാൻ ദൈവം CCA കൊണ്ട് ദൈവം ഇടയാക്കി. ഈ ക്രിസ്ത്യൻ കൗൺസിൽ അസോസിയേഷൻ്റെ
ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഈ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ദൈവദാസന്മാരായ എല്ലാവരും, ഒന്നാമത് അവരെല്ലാവരും അഭിഷിക്തന്മാര്, ദൈവദാസന്മാരാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല, വളരെ സ്ഥിരോത്സാഹത്തോടുകൂടെ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ തങ്ങളാൽ ആവുന്നത് പോലെ, ഒരുപാട് പരിമിതികളുടെ നടുവിലും തങ്ങളാൽ ആവുന്നത് പോലെ വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരെ ലഭിച്ചു എന്നത് സിസിയുടെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാനും ചിന്തിക്കുന്നു. പിന്നെ പറഞ്ഞത്, നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആത്മീയ ലോകത്തെ യുവാക്കളെ കേന്ദ്രീകരിച്ച് അവരുടെ ആത്മീയ വർധനവിന് വേണ്ടിയുള്ള ചില യൂത്ത് ക്യാമ്പുകൾ, സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അതുപോലെ കാത്തിരിപ്പ് യോഗം, അതുപോലെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ദേവദാസനെ ഓർപ്പിച്ച ആ സഭയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഉണ്ടായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലോക്കൽ ചർച്ചായിരുന്നു അത്. അവർക്ക് സ്വന്തമായ ഹോളുണ്ട്, പാഴ്സനേജ് ഉണ്ട്. പാഴ്സനേജിനകത്ത് പാസ്റ്റർക്കും കുടുംബത്തിനും താമസിക്കാം. പക്ഷേ ആ ഹോളിൽ ആരാധന നടത്തുവാൻ അവിടെ ചുറ്റുപാടുള്ള ആളുകൾ അനുവദിക്കുകയില്ല. ഞങ്ങളവിടെ ചെന്ന് അന്വേഷിച്ചു, പഞ്ചായത്തിൽ അന്വേഷിച്ചു, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ ഹോളിന് ചർച്ചിൻ്റെ ലൈസൻസിലുള്ള നമ്പറിട്ട് ദൈവകൃപയാൽ ഇന്ന് ആ സഭ ആ ഹോളിനകത്ത് ദൈവത്തെ ആരാധിക്കും. അതുപോലെ പലപ്പോഴും ഈ സജി വർഗീസ് പാസ്റ്റർ സംസാരിക്കുമ്പോൾ ശവക്കോട്ടയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ പണ്ടുകാലം തൊട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്, ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയായാലും ഒരു വീടിൻ്റെ ചാർത്തിലാണെങ്കിലും നമ്മൾ ആരാധന നമ്മൾ നടത്തും. പക്ഷേ ശവസംസ്കാര സമയത്ത് വരുമ്പം സെമിട്രി ഇല്ലാത്തവരും ഉള്ളിടത്ത് ദൂരെയായി പോകുന്നതും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ദൈവദാസന്മാരായ ഞങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് എല്ലാവരും അകന്ന് മാറി നിൽക്കും, എല്ലാവരും കുറ്റപ്പെടുത്തും. അങ്ങനെയുള്ള ഒരുപാട് സമയങ്ങളിൽ അവിടെ നിസ്സഹായരായി നിൽക്കുന്ന ദൈവദാസന്മാർക്ക് കൈത്താങ്ങാകാൻ CCAക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, ആ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കുന്നു. അടുത്തത് സന്തോഷ് മണിങ്ങാട് പാസ്റ്ററോടാണ്. പാസ്റ്ററെ, ഇപ്പം പല ഐക്യ സംഘടനകളും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി മുമ്പിലേക്ക് വന്നു. അവരുടെ കൂടെ വലിയ ജനസമുദ്രം ഉണ്ടായിരുന്നു, വലിയ യോഗങ്ങൾ അവർ നടത്തി, വലിയ സമ്മേളനങ്ങൾ നടത്തി, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. എന്നാൽ പിന്നത്തേതിൽ അത് വെറും ഒരു കടലാസ് സംഘടനയോ അല്ലെ വാട്സാപ്പ് സംഘടനയോ, അല്ലെങ്കിൽ ഓരോ ദേശത്ത് ആരുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആളുകളെ മാത്രം കണ്ടുപിടിച്ച് അവരെ ചേർത്ത് നിർത്തി പഞ്ചായത്തുകളും താലൂക്കുകളും ജില്ലകളും ഒക്കെ രൂപീകരിക്കുന്ന ഒരു വാട്സാപ്പ് സംഘടനയായി മാറിയ സാഹചര്യത്തിൽ ഈ CCAക്ക് നാളെ അങ്ങനെ ഒരു അവസ്ഥ വരത്തില്ല എന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? തീർച്ചയായിട്ടും CCAക്ക് അങ്ങനെ സംഭവിക്കത്തില്ല എന്നൊരു ഉറപ്പ് പറയാൻ പറ്റും. കാരണം CCA സംബന്ധിച്ചിടത്തോളം ഒരു ഹിഡൻ അജണ്ട ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ സംഗതി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. മറ്റു പ്രവർത്തനങ്ങൾ, ഇവിടെ CCAയുടെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സജി വർഗീസ് പാസ്റ്റർ ആയാലും, CCAയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ബിനു ഡൊമിനിക് ആയാലും, CCAയുടെ ജോയിന്റ് സെക്രട്ടറി ആയ ഞാനായാലും ഒട്ടനവധി സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ അവർ പുറത്തു പറയാത്ത ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്നത് ബോധ്യമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ സംഘടനകളിലൊക്കെ നിന്നൊക്കെ പുറത്തു വരാൻ കാരണം. CCAക്ക് അങ്ങനെ ഹിഡൻ അജണ്ട ഇല്ല. ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യാകുലതയില്ല. ഇന്ന് സജി വർഗീസ് പാസ്റ്റർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്നേക്കുമുള്ള പ്രസിഡന്റ് അല്ല അദ്ദേഹം. ബിനു ഡൊമിനിക് എന്നേക്കുമുള്ള ജനറൽ സെക്രട്ടറി അല്ല. ഞാൻ എന്നേക്കുമുള്ള ജോയിന്റ് സെക്രട്ടറി അല്ല. കാരണം ഇത് പൊതുജന പങ്കാളിത്തത്തോടുകൂടി പൊതുജനത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് സൊസൈറ്റി ആക്ടിൽ
രജിസ്റ്റർ ചെയ്ത ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, മറ്റ് ലാഭങ്ങളില്ല, മറ്റ് ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ പ്രവർത്തനം നിശ്ചലമായി പോകത്തില്ല. മറ്റൊരു കാര്യം, ഇത് തികച്ചും ആത്മീയതയിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിന്നു പോകത്തില്ല എന്നും ഇതിനൊരു തകർച്ച ഉണ്ടാകത്തില്ല എന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ദൈവത്തിങ്കിലുള്ള ഒരു വിശ്വാസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് അതിനകത്ത് തോന്നിയ കാര്യങ്ങൾ, രഹസ്യ അജണ്ടകളില്ലാത്ത, ഇപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ പൊതുവിൽ പറയാറുണ്ട്, യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ആരോടും പറയാത്ത രഹസ്യമായ അജണ്ടകൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മൂടി വെച്ചാലും അത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, ഈ നമ്മൾ രാഷ്ട്രീയ, അധികാര, സാമ്പത്തിക, ഭൗതിക ലക്ഷ്യങ്ങളെ മുൻനിർത്തി പോയാൽ അങ്ങനെ ലക്ഷ്യങ്ങളുള്ള ആൾക്കാരെ ആയിരിക്കും നമുക്ക് ലഭിക്കുക, അങ്ങനെയുള്ള ബന്ധങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പൊ അവർക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളും ഒക്കെ കാണും. എന്നാൽ നമ്മൾ ആത്മീയ ഉദ്ദേശത്തോടു കൂടെ നിൽക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഏതെങ്കിലും നിലയിൽ എനിക്കിതിനകത്തൊരു നേട്ടം ഉണ്ടാകണം, ഒരു ഭൗതിക നേട്ടം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അതിനോട് ചേർന്ന് വരുവാൻ സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ വിചാരിക്കുക. ആത്മീകമായിട്ടൊരു ലക്ഷ്യത്തോടെ നിന്നാൽ ആത്മീക ലക്ഷ്യമുള്ള ആൾക്കാരെ ചേർന്ന് വരുവുള്ളൂ, തുടർന്ന് നിൽക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് സജി വർഗീസ് പാസ്റ്ററോടാണ്. പാസ്റ്ററെ, നമ്മളുടെ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ പേരും അവരുടെ സ്ഥാനവും ഒന്ന് പറയാമോ? ഉപകാരമായിരിക്കും, എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമല്ലോ. പറയാം. അതിന്റെ പ്രസിഡന്റായിട്ട് ഇപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതിന്റെ വൈസ് പ്രസിഡന്റായിട്ട് പാസ്റ്റർ മാണി കുര്യാക്കോസ്, പാസ്റ്റർ ഷാജി ഏബ്രഹാം. അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതായ ടെക്നിക് പാസ്റ്റർ തന്നെയാണ് അതിന്റെ ജനറൽ സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറിയാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ ഇരിക്കുന്നതായ സന്തോഷ് മണിയങ്ങാട് പാസ്റ്റർ. ട്രഷറായിട്ട് ജോസഫ് പി ചാക്കോ, ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പി ചാക്കോ, പുതുപ്പള്ളിയിലാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ബ്രദർ റജി വർഗീസ്, അദ്ദേഹം CPM സഭയിലൊരു വിശ്വാസിയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം. പ്രയർ കോർഡിനേറ്ററായിട്ട് പാസ്റ്റർ ജേക്കബ് ഡേവിഡ്, പാസ്റ്റർ റോയി ഫിലിപ്പ്, ഇവരാണ് സാധാരണ പ്രയറിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ബാബു കെ തോമസ്, പാസ്റ്റർ MP ചാക്കോ, പാസ്റ്റർ ഏലിയാസ് ദേവസിയ. യൂത്ത് കോർഡിനേറ്റർ പാസ്റ്റർ ജോബി ജേക്കബ്. കമ്മിറ്റി അംഗങ്ങൾ പാസ്റ്റർ ബിജേഷ് ജോൺ, പാസ്റ്റർ അനിൽ കുര്യാക്കോസ്, പാസ്റ്റർ വില്യം ജേക്കബ്, പാസ്റ്റർ ET കുഞ്ഞുമോൻ, പാസ്റ്റർ VM സാബു, പാസ്റ്റർ ലാലിച്ചൻ ജോർജ്, പാസ്റ്റർ ജോൺ പള്ളിവാതിക്കൽ, പാസ്റ്റർ രാജീവ് SG. ഇതാണ് ഇങ്ങനെയുള്ള 21 പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് നമുക്കുള്ളത്. അവരുടെ കാലാവധി 2 വർഷമാണ്. അതിനുശേഷം പുതിയ ആൾക്കാരെ ഞങ്ങൾ കൂടി തിരഞ്ഞെടുക്കും. ഞങ്ങൾ ആരും സ്ഥിരമായി ഇതിനകത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടിരിക്കാനില്ല. കർത്താവിന്റെ പേരുടെ വ്യാപ്തിക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ദാസന് ഓർപ്പിച്ച പേരുകൾ അതിനകത്ത് ഇൻഡിപെൻഡന്റ് സഭകളിലുള്ള ദേവദാസന്മാരുണ്ട്, മറ്റ് പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. എല്ലാ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലുള്ള ആളുകൾ യേശുക്രിസ്തു ഏകരക്ഷകനായിട്ടും പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിച്ച് ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരുടെ ഒരു കൂട്ടായ്മയാണിത്. തുടക്കമേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. സന്തോഷ് മണിയങ്ങാട്ട് പാസ്റ്റർ ഇനി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വാക്കിൽ ഓർക്കും. CCയുടെ ഇനി ഭാവി പരിപാടികൾ എന്ന് പറയുന്നത്, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ട്, ഞങ്ങളുടെ ചർച്ചയിലുണ്ട്. നിലവിൽ ഇത് ചുരുങ്ങിയ കാലം മാത്രമായിട്ടുള്ളൂ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിൽ പോലും ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദീർഘനാളുകളായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെക്കാൾ ഉപരി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ അത്യുത്സാഹത്തോടെ പ്രവർത്തിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് പരസ്യയോഗങ്ങളായാലും ബോധവൽക്കരണ സെമിനാറുകളായാലും യൂത്ത് ക്യാമ്പുകളായാലും യൂത്ത് മീറ്റിങ്ങുകളായാലും കാത്തിരിപ്പ് യോഗങ്ങൾ, അതുപോലെ തുടങ്ങി ചാരിറ്റി പ്രവർത്തനങ്ങൾ. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കടന്നു ചെന്ന് അശരണരായിട്ടുള്ള ആലംബഹീനരായിട്ടുള്ളവരെ ഞങ്ങളാൽ ആവോളം സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്
അത് മറക്കാനാവാത്ത ഒരു സംഭവങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. ചില ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ കണ്ട് അവരെ ഞങ്ങളാലാവുന്ന കൈത്താങ്ങലൊക്കെ കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഭാവി പരിപാടികൾ തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത്, ആത്മീയ കൂട്ടായ്മകൾക്ക് മുൻതൂക്കം കൊടുത്ത് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. നിലവിൽ അതുപോലെ തന്നെ സെമിത്തേരികളില്ലാത്ത സംഘടനകളുണ്ട്. ചെറിയ സംഘടനകൾ, ചെറിയ പ്രവർത്തനങ്ങൾ, സ്വതന്ത്ര പ്രവർത്തനങ്ങൾ, സെമിത്തേരികളില്ലാത്തവരുണ്ട്. അവർക്ക് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആ നിലകളിൽ അവരുടെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർ മരണമടഞ്ഞപ്പോൾ സെമിത്തേരിയുടെ ക്രമീകരണം നമ്മൾ ചെയ്തു കൊടുത്തു. ഭാവിയിൽ CCA ആഗ്രഹിക്കുന്നു ആ തരത്തിലുള്ളവർക്ക് വേണ്ടി തന്നെ ഒരു സെമിത്തേരിയുടെ ക്രമീകരണം അഥവാ ഒരു എല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഭാവി പ്രവർത്തനങ്ങൾ ഇതുമൂലം മുൻപോട്ട് വളരെ ശക്തമായി തന്നെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദേവദാസൻ ഓർപ്പിച്ച വാക്കുകൾ, ഈ ചാരിറ്റി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ളവർക്കുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് തന്നാൽ എന്താ എന്ന് ചിന്തിക്കുന്ന വളരെ പരാജയ ചിന്തയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞങ്ങൾക്കില്ല, അവർക്കുണ്ടല്ലോ തന്നാൽ, അത് നമ്മൾ ഒരിക്കലും വെച്ച് പുലർത്താൻ മേലാത്തൊരു ആശയമാണ്. അങ്ങനെയുള്ളവർക്കല്ല. ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പോയി. സ്വന്തമായ ഒരു വീടോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പാസ്റ്റർ ഒരു ദിവസം 100 പേർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം ഭക്ഷണം കൊടുക്കുക. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ആളുകൾ കണ്ണു കാണാൻ മേലാത്തവർ, നടക്കാൻ മേലാത്ത ആൾക്കാർ, അംഗഹീനരായ ആൾക്കാർ, ആലംബഹീനരായ ആൾക്കാർ, ഇങ്ങനെയുള്ള 100 പേർക്കാണ് ഒരു ദിവസം 3 നേരം വെച്ച് ഈ ദൈവദാസനും കുടുംബവും ഭക്ഷണം കൊടുക്കുന്നത്. ഇനിയും അദ്ദേഹം ഇത് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾക്ക് വരാൻ മേലാത്തവരെ അദ്ദേഹത്തിന്റെ ചെലവിൽ ഓട്ടോ റിക്ഷ വിട്ട് അവരെ അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നു. അടുത്തത്, ഞങ്ങളെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം കൊണ്ടുപോയി. ഒരു കുടുംബത്തിൽ 5 പേര്, അല്ലേ പക്ഷേ 5 പേര്, ഈ 5 മക്കള്, എൻ്റെ അടുത്ത് പെൺപിള്ളേരുണ്ട് ആൺപിള്ളേരുണ്ട്. ഇവർക്ക് 5 പേർക്ക് 2 കാലിനും 2 കൈക്കും സ്വാധീനമില്ല. ഒരു രാഷ്ട്രീയ മത സംഘടനകൾക്കും അവരെ വേണ്ട. ഈ പാസ്റ്ററാണ് ഇവർക്കുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്, അവരെ ക്ലീൻ ചെയ്യുന്നത്. കൊച്ചു പിള്ളേരല്ല, 20, 25, 26, 28 വയസ്സുള്ള വലിയ ആളുകളാണ്. അവരുടെ കാര്യങ്ങൾ മുഴുവൻ ഈ പാസ്റ്ററാണ് ചെയ്യുന്നത്. ആ പാസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ മാസവും ഒരു നിശ്ചിത തുക കൊടുക്കുവാൻ ഉള്ള ക്രമീകരണം വരുത്തിയെന്ന് പ്രസിഡന്റ് പറഞ്ഞത്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അവർക്ക് ചാരിറ്റി ചെയ്യുന്ന കാര്യമാണ് സന്തോഷ് പാസ്റ്റർ പറഞ്ഞത്. അതുപോലെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഈ ഞങ്ങൾ വീണ്ടും അത് പറയുന്നതുകൊണ്ട് നിങ്ങളതൊരു ആവർത്തന വരിസയായിട്ട് വിചാരിക്കരുത്. ആ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ. നമ്മൾ ഒരു 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 രസത്തിലങ്ങ് പറയും, മരിച്ചാൽ ആരെങ്കിലും കുഴിച്ചിടും, ഉണങ്ങി വെച്ചിട്ടില്ല. സത്യമാണ്. പക്ഷെ ആ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നവർക്ക് ഇപ്പോഴും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിചയത്തിലുള്ള ദൈവദാസന്മാരുടെ സെമിട്രികൾ അവർക്ക് വേണ്ടി ശവമടക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ നമുക്ക് തന്നെ CCAക്ക് തന്നെ കുറച്ച് സെമിട്രികൾ വാങ്ങി അല്ലെങ്കിൽ ഉള്ള സെമിട്രികൾ എടുത്ത് അങ്ങനെയുള്ളവരെ സഹായിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ചില വാക്കുകൾ ഇപ്പോൾ സജി വർഗീസ് പാസ്റ്റർ പറയും. ഈ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കാളികളാകാൻ പറ്റും, ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രവർത്തനത്തിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനോട് സഹകരിക്കാമെന്ന് സജി വർഗീസ് പാസ്റ്റർ ചില വാക്കുകൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് പെന്തക്കോസ്ത് ഉപദേശ സത്യത്തിന് വേണ്ടി നിൽക്കുന്നതായ ആർക്കും ഇതിനകത്ത് പങ്കാളികളാണ്. പെന്തക്കോസ്തിന്റെ ഉപദേശമുണ്ട്. ആ ഉപദേശം നിൽക്കുന്ന പാസ്റ്റർമാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഈ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും സാമ്പത്തിക ലാഭം നോക്കിക്കൊണ്ടല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെല്ലാം കൂടി ചേർന്ന് കൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ആരും പിരിവെടുത്തുകൊണ്ടല്ല. ഇനി അകത്ത് നിൽക്കുന്ന ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ സ്രോതസ്സുകൾ കണ്ടുപിടിച്ച് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിച്ച് ഉള്ള മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാനും ഈ വിധത്തിൽ അംഗങ്ങളായി തീരുവാനും എല്ലാവർക്കും അവസരമുണ്ട്. ഇതിൻ്റെ ഒരു ഫണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഞങ്ങൾ ഒരു മാസവരി, അത് ജനറൽ കൗൺസിൽ മാത്രമല്ല, ഞങ്ങൾ 21 പേര് ഒരു മാസവരി ഇടുന്നുണ്ട്. അല്ലാതെ ഇതിനകത്ത് അംഗങ്ങളാകുന്നവർക്ക് ഐഡന്റി കാർഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് 250 രൂപ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒരു 150 രൂപയോളം അതിന് ചിലവാകുന്നുണ്ട്.
ബാക്കി 100 രൂപ അതിനകത്ത് ഫണ്ടായിട്ട് വരുന്നുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത്. ആർക്കും ഇതിനകത്ത് ഈ പെന്തക്കോസ്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാട് ജീവിക്കുന്ന, അതായത് ഉപദേശത്തിൽ നിൽക്കുന്ന ആർക്കും ഇതിനകത്ത് അംഗങ്ങളായിത്തീരാം. ദേവദാസൻ ഓർപ്പിച്ച പോലെ ഈ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം പിരിവെടുത്ത് വാങ്ങി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് തരുന്നതിൻ്റെ ഒരു വിഹിതം ചേർത്ത് വെച്ച് ആരെങ്കിലും ഈ പ്രവർത്തനത്തോട് സഹകരിക്കുവാനോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കൈത്താങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരോട് വാങ്ങും. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. നമ്മളിത് പിരിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി ആളുകളെ കണ്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ച് പിരിച്ച് ആ പൈസക്കകത്തൊന്ന് കുറച്ച് പൈസ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ചെലവാക്കി, നമ്മുടെ യാത്രയ്ക്കും പെട്രോൾ അടിച്ചതിനും ചെലവാക്കി ബാക്കി പൈസ ചാരിറ്റിക്ക് കൊടുക്കുന്ന പരിപാടിയല്ല. ഞങ്ങൾ തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദേവദാസന്മാരും സഭകളും കുടുംബങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന പൈസയാണ് ചാരിറ്റി ആയിട്ട് ചെയ്യുന്നത്. നിശ്ചയമായിട്ടും എനിക്കറിയാം, ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളോട് നിർത്തുമ്പോൾ നിശ്ചയമായിട്ടും എനിക്കറിയാം, ഇങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുമ്പോൾ മുൻകാലത്തുള്ള പല അനുഭവങ്ങൾ കൊണ്ടും ഒരു സംശയദൃഷ്ടിയോടെ മാത്രമേ ഈ കാര്യങ്ങളെ നിങ്ങൾ കാണുകയുള്ളൂ, വിലയിരുത്തുകയുള്ളൂ എന്ന് വ്യക്തമായിട്ടറിയാം. അതിനകത്ത് യാതൊരു പരിഭവമില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾ ഉറപ്പ് തരാം, യാതൊരു അധികാരമോഹവുമില്ലാതെ, യാതൊരു ലാഭേച്ഛകളും കൂടാതെ, ഒരു സാമ്പത്തിക പ്രതീക്ഷകളും ഇല്ലാതെ ഞങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളായ പ്രിയപ്പെട്ടവരെ ഒന്ന് കൈത്താങ്ങാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവർക്ക് അവരുടെ നാട്ടിലൊരു പരസ്യയോഗം നടത്താനോ അല്ലെങ്കിൽ ഒരു മുറ്റത്ത് കൺവെൻഷൻ നടത്താനോ അല്ലെങ്കിൽ ആ ചർച്ചിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാനോ ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകുവാൻ മനസ്സുള്ള, അതിന് താല്പര്യമുള്ള, അതിന് ഹൃദയമുള്ള 21 ദൈവദാസന്മാരാണ് ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ആകയാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഗുഡ് ന്യൂസിന് പ്രത്യേകം നന്ദി പറയുന്നു. ഗുഡ് ന്യൂസ് വളരെ റിസ്ക് എടുത്ത ഒരു വലിയൊരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത്. അവർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം എടുത്ത് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. ദേവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക.